ചീത്ത കൊളസ്ട്രോളായ LDLന്റെ ഓക്സിഡേഷൻ തടയുകയും അങ്ങനെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും അൽഷിമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾ തടയുന്നതിനും ഫ്രീ റാഡിക്കൽസ് കുറച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ക്യാൻസർ, പെപ്റ്റിക് അൾസർ എന്നിവ വരുന്നത് തടയുന്നതിനും ഈ ഒരു ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ചർമ്മപ്രശ്നങ്ങളായ സോറിയാസിസ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. കാലങ്ങളായി വെളുത്തുള്ളി നമ്മുടെയെല്ലാം അടുക്കളയിലെ സുപ്രധാന ചേരുവയാണ്. മിക്ക വിഭവങ്ങളും തയ്യാറാക്കാൻ വെളുത്തുള്ളി ആവശ്യമാണ്. ഒരു വിഭവത്തിൻ്റെ സ്വാദ് തന്നെ മാറ്റിമറിക്കാൻ വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. എന്നാൽ രുചി മാത്രമല്ല, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിസെപ്റ്റിക് സ്വഭാവമുള്ളതിനാൽ ഇതിന് രോഗശാന്തി ഔഷധ ഗുണങ്ങളുമുണ്ട് എന്നുകൂടി പറയാം. അലീസിൻ എന്ന സംയുക്തമാണ് വെളുത്തുള്ളിക്ക് ഇത്രയധികം ഗുണങ്ങൾ നൽകുന്നത്. ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് വെളുത്തുള്ളി. വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ഫോളേറ്റ്, നിയാസിൻ, തയമീൻ എന്നിവയും വെളുത്തുള്ളിയിൽ ധാരാളമായി കാണപ്പെടുന്നു. ഇത്തരം പോഷകങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിലൂടെ വെളുത്തുള്ളി ശരീരത്തിൽ ചെല്ലുന്നത് മൂലം ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ഇരട്ടിയാകുന്നു. അത്തരം ആരോഗ്യ ഗുണങ്ങളിലൊന്നാണ് ചുമയും ജലദോഷവും അകറ്റുക എന്നത്. വെളുത്തുള്ളി ചതച്ചെടുത്ത് 2 അല്ലി വീതം വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിന് പരമാവധി ഗുണം ചെയ്യും. ഇനി ചെറിയ കുട്ടികളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വെളുത്തുള്ളി അല്ലികൾ വയ്ക്കുന്നത് തൊണ്ടയിലെ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കും. അടുത്തത്, കൊളസ്ട്രോൾ ഉള്ളവർക്ക് വളരെ നല്ലതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലീസിൻ എന്ന സംയുക്തം ചീത്ത കൊളസ്ട്രോളായ LDL ഓക്സിഡൈസിംഗ് തടയുകയും ഇത് ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും അങ്ങനെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുമാത്രമല്ല, വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് മൂലം രക്തം കട്ടപിടിക്കുന്നത് കുറയ്ക്കുകയും ത്രോംബോബോളിസം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് BP ഉണ്ടെങ്കിൽ വെളുത്തുള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് മൂലം ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നതാണ് വെളുത്തുള്ളിയുടെ അടുത്ത ഗുണം. ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുള്ളതിനാൽ വെളുത്തുള്ളി തലച്ചോറിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നു. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾക്കെതിരെ പോരാടാൻ വെളുത്തുള്ളിയിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. കൂടാതെ തലച്ചോറിന് ഏകാഗ്രതയും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുന്നതിനും വെളുത്തുള്ളി സഹായിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്തുന്നു എന്നതാണ് വെളുത്തുള്ളിയുടെ അടുത്ത ഗുണം. അസംസ്കൃത വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ദഹന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ശാരീരിക വീക്കം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി വെളുത്തുള്ളി പാകം ചെയ്യാതെ അസംസ്കൃതമായി കഴിക്കുന്നത് കുടലിലെ വിരകളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല, ഇത് ശരീരത്തിലെ മോശം ബാക്ടീരിയകളെ നശിപ്പിക്കുകയും കുടലിലെ നല്ല ബാക്ടീരിയകളെ സംരക്ഷിച്ചു നിർത്തുന്നതിനും വെളുത്തുള്ളി സഹായിക്കുന്നു. പ്രമേഹമുള്ളവർക്ക് ഷുഗർ ലെവൽ സന്തുലിതമാക്കുന്നതിന് സഹായിക്കുന്നു എന്നതാണ് വെളുത്തുള്ളിയുടെ മറ്റൊരു ഗുണം. പ്രമേഹമുള്ളവർ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എപ്പോഴും നിയന്ത്രിച്ചു നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെളുത്തുള്ളി പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. ഇനി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വെളുത്തുള്ളിയുടെ അടുത്ത ഗുണം. വെളുത്തുള്ളി ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും DNA കേടുപാടുകൾ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. വെളുത്തുള്ളിയിലെ സിങ്ക് ആണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. ഇതുമാത്രമല്ല, വെളുത്തുള്ളിയിലെ വൈറ്റമിൻ സി അണുബാധയെ ചെറുക്കാനും സഹായിക്കുന്നു. ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുള്ളതിനാൽ കണ്ണ്, ചെവി തുടങ്ങിയ അവയവങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള അണുബാധകൾക്കെതിരെ പ്രവർത്തിക്കാൻ വെളുത്തുള്ളി സഹായിക്കും. അടുത്തത്, ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നതാണ് വെളുത്തുള്ളിയുടെ മറ്റൊരു ഗുണം. വെളുത്തുള്ളി മുഖക്കുരു തടയാനും മുഖക്കുരു പാടുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ചർമ്മപ്രശ്നങ്ങളായ സോറിയാസിസ്, തിണർപ്പ് എന്നിവയ്ക്കെല്ലാം വെളുത്തുള്ളി അരച്ച് നീര് പുരട്ടുന്നത് ഇതെല്ലാം കുറയ്ക്കുന്നതിന് ഗുണം ചെയ്യും. മാത്രമല്ല, അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും അകാല വാർദ്ധക്യ ലക്ഷണങ്ങൾ അകറ്റി നിർത്തുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. അടുത്തത്,
ക്യാൻസർ, പെപ്റ്റിക് അൾസർ എന്നിവ തടയുന്നതിന് വളരെ നല്ലതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ ശ്വാസകോശം, പ്രോസ്റ്റേറ്റ്, മൂത്രസഞ്ചി, ആമാശയം, ലിവർ, വൻകുടൽ തുടങ്ങിയവ സംബന്ധമായ ക്യാൻസർ സാധ്യതകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു. ഇതുകൂടാതെ വെളുത്തുള്ളിയുടെ ആൻറ്റി ബാക്ടീരിയൽ പ്രവർത്തനം പെപ്റ്റിക് അൾസർ തടയുന്നതിന് സഹായിക്കുന്നു. ഇത് കുടലിൽ നിന്നുള്ള പകർച്ചവ്യാധികളെ എളുപ്പത്തിൽ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. ഇനി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് വെളുത്തുള്ളിയുടെ മറ്റൊരു ഗുണം. കൊഴുപ്പ് സംഭരിക്കുന്ന ആഡിപ്പോസ് കോശങ്ങളുടെ രൂപീകരണത്തിന് ഉത്തരവാദികളായ ജീനുകളുടെ പ്രവർത്തനത്തെ വെളുത്തുള്ളി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരീരത്തിലെ തെർമോജനസിസ് വർദ്ധിപ്പിക്കുകയും കൂടുതൽ കൊഴുപ്പ് കത്തിച്ചു കളയുകയും ചെയ്യുന്നത് വഴി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. മൂത്രനാളിയിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന ഈ കോളി ബാക്ടീരിയയുടെ വളർച്ച കുറയ്ക്കാൻ വെളുത്തുള്ളി ജ്യൂസിന് കഴിവുണ്ട്. ഇത് വൃക്കയിലെ അണുബാധ തടയാനും സഹായിക്കുന്നു. വെളുത്തുള്ളിയുടെ ഉപയോഗം മുറിവുകളിലെ അണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. മുടിയുടെ ആരോഗ്യം, എല്ലുകളുടെ ആരോഗ്യം, കരൾ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം വെളുത്തുള്ളി വളരെ നല്ലതാണ്. അടുത്തത്, ഈസ്ട്രജൻ കുറവ് പരിഹരിക്കാൻ വളരെ നല്ലതാണ് വെളുത്തുള്ളി. പ്രായമായ സ്ത്രീകളിൽ സംഭവിക്കുന്ന ആർത്തവ വിരാമത്തിൻ്റെ കാലഘട്ടത്തിൽ സൈറ്റോകൈൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ്റെ ക്രമരഹിതമായ ഉൽപ്പാദനം കാരണം ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിൽ വെളുത്തുള്ളിയുടെ ഉപയോഗം ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാനായി സഹായിക്കുന്നു. അതിനാൽ ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രജൻ്റെ കുറവ് പരിഹരിക്കാൻ വെളുത്തുള്ളി വളരെ ഫലപ്രദമാണ്. അടുത്തത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് വെളുത്തുള്ളി. നിങ്ങളുടെ സ്ഥിരം ഭക്ഷണത്തിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ആരംഭമാണെങ്കിൽ ഒഴിവാക്കാനും സഹായിക്കും. വെളുത്തുള്ളിയിൽ ഡയലിൻ ഡിസൾഫൈഡ് എന്നറിയപ്പെടുന്ന ഒരു സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുന്നതിനാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങൾക്കായി വെളുത്തുള്ളി ഉപയോഗിക്കേണ്ട രീതികളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ രീതി, വെളുത്തുള്ളി അസംസ്കൃത രൂപത്തിൽ രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ചു കഴിക്കുക. ഇനി രണ്ടാമത്തെ രീതി, ഗാർലിക് ടീ. ഒരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1-2 വെളുത്തുള്ളി അല്ലി ചതച്ചിടുക. അടുത്തത്, 1 കഷ്ണം കറുവപ്പട്ട കൂടി ചേർക്കുക. വീണ്ടും 1-2 മിനിറ്റ് തിളപ്പിക്കുക. പിന്നീട് സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ നീരും 1 ടീസ്പൂൺ തേനും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. മൂന്നാമത്തെ രീതി, വെളുത്തുള്ളിയും തേനും ചേർത്ത് ഉപയോഗിക്കുക. 1-2 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഇതിലേക്ക് അല്പം തേൻ ചേർക്കുക, നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് 1 മിനിറ്റ് വയ്ക്കുക, അതിനുശേഷം കഴിക്കുക. ഗാർലിക്കിന് സ്ട്രോങ് ഫ്ലേവർ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ കുടിക്കാവുന്നതാണ്. ആരോഗ്യ ഗുണങ്ങൾക്കായി വെളുത്തുള്ളി കഴിക്കുന്നവർ 2 വെളുത്തുള്ളി അല്ലി മാത്രം കഴിക്കുക. 1 മാസം ഇതിൽ ഏതെങ്കിലും ഒരു റെമഡി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 3 റെമഡിയും ചെയ്യേണ്ട ആവശ്യമില്ല, 1 മാത്രം ചെയ്യുക. നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. 1 മാസത്തിനു ശേഷം നിർത്തണം. ആരോഗ്യ ഗുണങ്ങൾക്കായി വെളുത്തുള്ളി ഈ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെമഡിയുമെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്